നിന്നെ കാണാൻ ജോർജ് സാർ ഇവിടെ വന്നിട്ടുണ്ട്. നിന്റെ മുമ്പിൽ ജോർജ് സാർ ഇങ്ങനെ നിൽക്കുന്നുണ്ടേലേ, നീ ജോർജ് സാറിനെ ഇനിയും കുറെ അറിയാനുണ്ടരിയാ ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മൾ നമ്മുടെ ഹാക്കറിനെ റിപ്പയർ ചെയ്യാൻ വേണ്ടി പോവാണ്. സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മുടെ ഹാക്കറിൻ്റെ റോഡ് ടെസ്റ്റ് ആയിരുന്നു. അന്നേരം നല്ല ഇടിയൊക്കെ കിട്ടി. ചെക്കൻ ഇപ്പോൾ ചളിങ്ങിക്കൂടി ഇവിടെ കിടക്കുവാണ്. ഞാൻ വണ്ടി കാണിച്ചു തരാം. ഇനിയിപ്പോൾ സസ്പെൻസ് വെക്കുന്നില്ല ഗൈസ്. ഇതേ കണ്ടു, ഈ കിടക്കണമാണ് നമ്മുടെ ഹാക്കർ. എൻ്റെ പൊന്നടാവ്, 2 കൊമ്പും പൊളിഞ്ഞു ഗൈസ്. നമ്മുടെ ഹാക്കറിൻ്റെ ബോണറ്റും പൊളിഞ്ഞിട്ടുണ്ട്. കവിള് 2 സൈഡും പോയി. പിന്നെ നമ്മുടെ നെയിം ബോർഡിൻ്റെ മണ്ടഭാഗം ഇച്ചിരി പൊളിഞ്ഞിട്ടുണ്ട്. അതിനെ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലാസ് അങ്ങ് പൊട്ടിപ്പോയി. നമ്മുടെ കൊമ്പ് ഇപ്പോൾ വീഴുമെന്നും പറഞ്ഞാണ് നിപ്പ്. കൊമ്പിൻ്റെ 2 ഗ്ലാസും പൊട്ടി ഗൈസ്. കഷ്ടം തന്നെ. പിന്നെ സൈഡിനൊന്നും പറ്റിയിട്ടില്ല. ഹാക്കറിനിട്ട് നല്ല ഇടിയാണ് കിട്ടിയത് ഫസ്റ്റ് തന്നെ. കുറച്ച് ഓഫ് റോഡ് വഴിയായിരുന്നു. കൺട്രോളൊക്കെ ചെയ്യാൻ ഇച്ചിരി പാടായതുകൊണ്ട് നേരെ കയ്യിൽ നിന്ന് കൺട്രോളും പോയി. സംഭവം ഇടിച്ച് കയറി ഗൈസ്. എന്തായാലും നമുക്ക് പയ്യെ ഗാരേജിലോട്ട് വണ്ടി കൊണ്ടുപോവാം. നമ്മുടെ ശശിയണ്ണനും ഡ്രൈവറണ്ണനും ഇന്ന് ലീവാണ്. അത് കാരണം നമുക്ക് നേരെ വേറൊരു ഗാരേജിലാണ് കൊണ്ടുപോകണത്. നമ്മുടെ കമ്പനിക്കാരൻ്റെ ഗാരേജാണ് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ വണ്ടി അങ്ങോട്ട് എടുക്കാം. ഇനിയിപ്പോൾ ഇവിടെ ഇട്ടുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നമ്മുടെ ഹാക്കറിന് ഇച്ചിരി ഡീസൽ കുറവാണ്, 50 ലിറ്ററേ ഉള്ളൂ. നമുക്ക് പോണ വഴി പമ്പുണ്ട് ഗൈസ്. നമുക്ക് അവിടെ കയറി ഫുൾ ടാങ്ക് അടിക്കാം. അപ്പോൾ നമുക്ക് ഇതിച്ചിരി ഇടാകൂടം പിടിച്ച വഴിയാണ് ഗൈസ്. പോയേക്കാം. പോട്ടെ. ഓ നമ്മുടെ ഹാക്കറിൻ്റെ എയർ സസ്പെൻഷനൊക്കെ ഒരു ലെവലായി ഗൈസ്. ഇപ്പോൾ അതേ കുഴി ചാടിയൊക്കെ പെട്ടെന്ന് അറിയാൻ പറ്റും. ഇതന്നെ ഇവിടെ സംഭവം. ഇവിടെ റെഡ് സിഗ്നലാണ് ഗൈസ്. ഓക്കെ, പച്ചയായിട്ടുണ്ട്. നമുക്ക് ഇവൻ്റെ പുറകെ പോവാം. അവൻ അങ്ങോട്ട് പോയി. നമുക്ക് ഈ സൈഡിലോട്ടാണ് പോകേണ്ടത് ഗൈസ്. ഓക്കെ, അവിടെ ഒരു പമ്പ് കാണുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് ഓടിച്ച് കയറ്റാം. ഓക്കെ, തിരിയട്ടെ. നേരെ നമുക്ക് കൊണ്ടുപോയി ഫുൾ ടാങ്ക് അടിക്കാം ഗൈസ്. ഓക്കെ, നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. നില്ല്. ഓക്കെ, ഫുൾ ടാങ്ക് അടിക്കാം ഗൈസ്. 151 ലിറ്ററാണ്. 2265 രൂപയ്ക്ക് നമ്മൾ ഫുൾ ടാങ്ക് അടിക്കുവാണ് ഗൈസ്. അപ്പോൾ ഈ സമയം കൊണ്ട് ലൈക്ക് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം തന്നെ ലൈക്ക് അടിച്ച് പവർ ആക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അതേ നമ്മൾ 2000 രൂപയ്ക്ക് ഫുൾ ടാങ്ക് അടിക്കുവാണ്. ഓക്കെ, വേഗം നാട്ടെ. ഇവന്മാരേതായാലും നല്ല ഫാസ്റ്റാണ് ഗൈസ്. ഒറ്റയടിക്ക് ഇതേ ഫുൾ ടാങ്ക് അടിക്കാനുണ്ട്. അപ്പോൾ ഇതേ നമ്മൾ വേഗം തന്നെ ഡീസൽ അടിക്കുവാണ് ഗൈസ്. അപ്പോൾ നമ്മളിതേ ഫുൾ ടാങ്ക് ഡീസൽ അടിച്ച് വണ്ടി എടുക്കുവാണ് നമ്മുടെ ഗാരേജിലോട്ട്. ഓക്കെ, പോട്ടെ. നമ്മുടെ ഈ ഒരു സ്റ്റാച്ചുവിൻ്റെ അവിടെ നിന്ന് നേരെ തന്നെ പോകണം ഗൈസ്. അപ്പോൾ നമ്മളേതായാലും ഇവിടെ ആദ്യമായിട്ടാണ് വന്നത്. ഇതിനു മുന്നേ നമ്മൾ ഇതുവരെ വന്നിട്ടില്ല. നമ്മുടെ ശശിയണ്ണൻ്റെ വേറെ ഗാരേജുകളിലൊക്കെയാണ് നമ്മൾ പോയിട്ടുള്ളൂ. ഇത് പുള്ളിയുടെ പഴയ ഒരു ഗാരേജാണ്. ഇവിടെ അങ്ങനെ വലിയ സെറ്റപ്പൊന്നും ഇല്ല. പക്ഷെ ആക്സിഡൻ്റ് റിപ്പയറിങ് പുള്ളി ഈയിടെയാണ് തുടങ്ങിയത്. അത് നമ്മളേതായാലും നമുക്ക് തന്നെ ഫസ്റ്റ് തന്നെ പോയേക്കാം ഗൈസ്. പോട്ടെ. അവിടെ റെയിൽവേ ക്രോസ് കാണുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്താണ് നമ്മുടെ ഗാരേജ് വരുന്നത്. അത് നമുക്ക് ഏതായാലും പറപ്പിച്ചങ്ങ് പോകാം ഗൈസ്. ഉയ്യോ, എൻ്റെ അമ്മേ, ഇത് വണ്ടി പറന്ന് സ്ഥലം മാറിപ്പോയി. അവിടെ ഇട്ടങ്ങ് തിരിച്ചാൽ മതിയായിരുന്നു. ഇനി ഇവിടെ ഇട്ട് തിരിക്കൽ വലിയ ചടങ്ങാണ് ഗൈസ്. ഓക്കെ, പോട്ടെ. തിരി. സൈഡ് ഒരയുന്നുണ്ടോ എന്ന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അറിയാൻ പറ്റിയല്ല. നമ്മുടെ ഗ്ലാസ് പകുതിയാണ് കാണുന്നുള്ളൂ. ഓരോരുത്തരും ആ ഗ്ലാസ് പൊട്ടുകയും കൂടി ചെയ്തപ്പോൾ പിന്നെ ഒന്നും പറയാനില്ല ഗൈസ്. നമുക്ക് ഏതായാലും വണ്ടി പയ്യെ എടുക്കാം. ചെറുതായിട്ട് വരഞ്ഞു, സാരമില്ല. ഓക്കെ, ഇതേ നമ്മൾ ഗാരേജിലോട്ട് കയറ്റി ഇടുവാണ് ഗൈസ്. നമുക്കിവിടെ ഇടാം നമ്മുടെ ചെക്കനെ. സെറ്റ്. അപ്പോൾ നമ്മൾ ഏതായാലും നമ്മുടെ ചെക്കനെ ഇവിടെ ഇട്ടേച്ച് പോകാം ഗൈസ്. ഇത് കംപ്ലീറ്റ് നമ്മുടെ ഹാക്കർ പൊളിഞ്ഞ് നാശമായി. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹോൾമാർക്ക് വണ്ടിയാണ് ഇങ്ങനെ കണ്ടീഷനായത്. അത് സാരമില്ല, നമുക്ക് റിപ്പയർ ചെയ്യാം. പിന്നെ അടുത്ത ദിവസം നമ്മുടെ ഹാക്കറിൻ്റെ സെക്കൻഡ് എഡിഷൻ്റെ ഗ്രാഫിക്സ് വർക്ക് ചെയ്യാൻ പോവാണ് ഗൈസ്. അപ്പോൾ ആ വീഡിയോ എല്ലാവരും കാണാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ ഡെയിലി ഇപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് കൂടി ചെയ്യുക ഗൈസ്. അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി. ഓക്കേ.